നമസ്കാരം. ILFന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ജൂൺ മാസം 3-ാം തീയതി നമ്മളൊരു വീഡിയോ ILF ഇട്ടിരുന്നു. അത് നമ്മളുടെ പിറ്റേ ദിവസം ജൂൺ മാസം 4-ലെ ഇലക്ഷന്റെ റിസൾട്ടിനെ സംബന്ധിച്ചിട്ടുള്ളതായി ഒന്ന് സൂചിപ്പിച്ചതാണ്. നാളത്തെ പ്രഭാതം ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും വിശ്വാസത്തെ കാക്കുന്ന രീതിയിലുള്ളതായിരിക്കണമെന്ന്. ഒരുപക്ഷെ ഇന്നലത്തെ അന്തിമ വിധി വരുമ്പോൾ ഓരോ ജനാധിപത്യ വിശ്വാസിക്കും അവന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടിനാണ് ഭാരതം സാക്ഷ്യം വഹിച്ചത്. ഒരു ജനാധിപത്യത്തിന്റെ വലിയ വിജയം. ഇന്ത്യയിൽ ഒരു വലിയ പ്രതിപക്ഷമുണ്ടായിരിക്കും. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് ശേഷം 2014 മുതൽ 2024 വരെ നീണ്ടുനിന്ന ഒരു 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യത്ത് ഒരു ശക്തമായ പ്രതിപക്ഷം വന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് സമ്മാനിക്കുന്നത്. നമുക്കറിയാം, ആകെയുള്ള 543 സീറ്റുകളിൽ NDA 291 സീറ്റുകൾ നേടിയപ്പോൾ അതിലെ BJPക്ക് കിട്ടിയത് 240 സീറ്റുകളാണ്. ഇന്ത്യ മുന്നണി 234 സീറ്റുകൾ നേടിയപ്പോൾ അതിൽ കോൺഗ്രസിന്റേത് എന്ന് അവകാശപ്പെടുന്നത് 99 സീറ്റുകൾ. മറ്റുള്ളവർ 18 സീറ്റുകൾ വിഭജിച്ചെടുത്തു. ഇതിലൂടെ ഒരു കേവല ഭൂരിപക്ഷത്തിലൂടെ ഒറ്റക്കക്ഷിയാകാം എന്ന BJPയുടെ അമിതമായ ആത്മവിശ്വാസത്തെ തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ള ഒരു വലിയ റിസൾട്ട് ആയിരുന്നു വന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 272 സീറ്റുകളായിരുന്നു. BJPക്ക് നേടാനായത് 240 സീറ്റുകൾ മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ ഒറ്റയ്ക്ക് അധികാരത്തിലേറണമെങ്കിൽ ഈ BJP ഗവൺമെന്റിന് നടക്കില്ല. NDA സഖ്യം അധികാരത്തിൽ വരണമെങ്കിൽ TJ ചന്ദ്രബാബുവിന്റെയും നിതീഷ് കുമാറിന്റെയും പരിപൂർണ സമ്മതത്തോടുകൂടി അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യം ചേർന്നിരുന്നുകൊണ്ട് മാത്രമേ ഒരൊറ്റ കക്ഷിയായിട്ട് NDAക്ക് അധികാരത്തിൽ വരാൻ കഴിയുകയുള്ളൂ. അതിനെ ചൊല്ലി വലിയ വാക്കുതർക്കങ്ങളും സംവാദങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. ബുധനാഴ്ച സർവകക്ഷി യോഗങ്ങൾ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു പുതിയ മന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗമായി. ഇനിയാണ് കുതിരക്കച്ചവടങ്ങളും മറ്റു സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിക്കുന്ന വിശാലമായ ചർച്ച അണിയറയിൽ ഒരുങ്ങുന്നത്. JDU TDP ഈ 2 സഖ്യകക്ഷികളിലാണ് നാളത്തെ ഇന്ത്യയുടെ ഭാവി. ഇന്ത്യ മുന്നണിയോ NDA മുന്നണിയോ ഈ 2 വ്യക്തികൾക്കും ക്യാബിനറ്റ് പദവിയോ അല്ലെങ്കിൽ ഉപപ്രധാനമന്ത്രി പദവി വരെ ഓഫർ ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതിനെ സംബന്ധിക്കുന്ന ഒരു വിശാലമായ ഒരു ചർച്ചയാണ് ഈ ബുധനാഴ്ച നടക്കുവാൻ പോകുന്നത്. ഈ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരൊറ്റയാൾ പോരാട്ടത്തിലൂടെ രംഗത്ത് വന്ന BJP സർക്കാരിന് അവരുടെ ഒരു പ്രഭാവം നിലനിർത്താൻ കഴിഞ്ഞില്ല. ജനങ്ങൾ മാറി ചിന്തിച്ചു എന്നതിലുപരിയായി BJP ഗവൺമെന്റിന്റെ ചില വികലമായ ചിന്തകൾക്കുള്ള ജനങ്ങളുടെ വിധിയെഴുത്തായിരുന്നു ഇന്നലെ വന്ന വിധി നിർണയം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു തെരഞ്ഞെടുപ്പ് വേളയിൽ പാളിപ്പോയ ചില തന്ത്രങ്ങൾ. എടുത്ത് പരാമർശിക്കാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താം. ചില വർഗീയ പരാമർശങ്ങൾ, ജനസംഖ്യ വർദ്ധിപ്പിക്കുവാനായി നിയോഗിക്കപ്പെട്ട വ്യക്തികൾ എന്നുള്ള മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ, അത് ചില പ്രത്യേക സംസ്ഥാനങ്ങളിൽ അതിന്റെ കൃത്യമായ മറുപടി ജനങ്ങൾ കൊടുത്തു. മറ്റൊന്ന് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെ സംബന്ധിച്ചുള്ളതാണ്. രാമക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞു. അതിനുശേഷം ഇറക്കിയ ഒരു വലിയ പ്രസ്താവന ഉണ്ടായിരുന്നു. പ്രതിപക്ഷമാണ് അധികാരത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ തകർക്കും എന്നുള്ളത്. സാധാരണക്കാരനായ ജനങ്ങൾക്ക് ചിന്തിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ സത്യത്തിൽ പൊതുജനങ്ങളെ ഒന്ന് തിരിഞ്ഞ് ചിന്തിപ്പിക്കുന്നതിന് പ്രേരിപ്പിച്ചു. അതിലെ ജനങ്ങളുടെ വിധിയെഴുത്തിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമായിരുന്നു വാരണസിയിലെ പ്രധാനമന്ത്രി മോഡിജിയുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ വന്ന മുട്ടൻ ഇടിവ്. 6 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് വിജയിച്ച വ്യക്തി കേവലം 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ ഒതുങ്ങേണ്ടതായി വന്നു. അതേസമയം
ഇന്ത്യ മുന്നണിയുടെ പ്രതിനിധി എന്ന നിലയിൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്ക് ഏകദേശം 3,70,75,000 പരം ഭൂരിപക്ഷം നേടി എന്നതും ചിന്തിക്കേണ്ട വസ്തുത തന്നെയാണ്. എന്തായാലും വരുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ഇനിയിപ്പോ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയാണെങ്കിലും രാഹുൽ ഗാന്ധിയാണെങ്കിലും രാജ്യം ഒരു പുത്തൻ ഉണർവിലേക്കാണ് വന്നിരിക്കുന്നത്. നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രിയാകുന്നത് എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ശക്തമായ പ്രതിപക്ഷം ഈ രാജ്യത്ത് ഉദയം ചെയ്തു. ഈ റിസൾട്ട് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആത്മവിശ്വാസത്തിന്റെ നിറകുടമായി പാർട്ടി വിലയിരുത്തിയ നരേന്ദ്രമോദിജിക്ക് വരും കാലയളവിൽ അത്ര ആത്മവിശ്വാസത്തോടെ ഈ രാജ്യത്തെ നയിക്കാൻ കഴിയുമോ എന്നതും കണ്ടറിയേണ്ട വസ്തുത തന്നെയാണ്. എന്തായാലും ഇതിനെ സംബന്ധിക്കുന്ന സാധാരണക്കാരായ നമ്മളുടെ നിലപാടുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ